രാജ്യത്തെ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ ഒരു ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആ ബില്ലിൻ്റെ വ്യവസ്ഥകൾ അന്ന് തന്നെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. എന്തിനാണ് വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന ചോദ്യം അന്ന് ചോദിച്ചിരുന്നു. അതുപോലെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന വ്യവസ്ഥ എന്തിനെടുത്തു കളയുന്നു എന്നുള്ള ചോദ്യമൊക്കെ അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്തായാലും ഭേദഗതി ബില്ല് അവതരിപ്പിച്ചതിൻ്റെ തൊട്ട് പുറകെ ഇത് ഒരു സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. അങ്ങനെ ഒരു സംയുക്ത പാർലമെൻ്ററി സമിതി രൂപീകരിച്ചു. മുമ്പ് കോൺഗ്രസ്സിലായിരുന്ന പിന്നീട് BJPയിലേക്ക് മാറിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള അംഗം ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള JPC ആണ് രൂപവൽക്കരിക്കപ്പെട്ടത്. 16 അംഗങ്ങൾ NDAയിൽ നിന്ന് 10 അംഗങ്ങൾ പ്രതിപക്ഷത്ത് നിന്ന്. അതായിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ. അതായത് എന്തായാലും NDA അംഗങ്ങൾ നിശ്ചയിക്കുന്നത് മാത്രമേ JPCയിൽ നടക്കൂ എന്ന് JPC കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു. എന്തായാലും JPC ഈ ബില്ല് പരിഗണിച്ചു. ബില്ല് പരിഗണിച്ചതിന് ശേഷം അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണ്. ഏതാണ്ട് അന്തിമ റിപ്പോർട്ടായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. JPCക്ക് മുൻപാകെ നിരവധി ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഈ ഭേദഗതി നിർദ്ദേശങ്ങളിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം, അതായത് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭേദഗതി ബില്ലിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളൊക്കെ ഈ സംയുക്ത പാർലമെൻ്ററി സമിതി വോട്ടിനിട്ട് തള്ളി എന്നാണ് ജഗദംബിക പാൽ ഇന്ന് ഈ JPC യോഗത്തിന് ശേഷം അറിയിച്ചത്. അതേസമയം ഭരണപക്ഷത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട 14 ഭേദഗതി നിർദ്ദേശങ്ങൾ അത് JPC അംഗീകരിച്ചതായും ജഗദംബിക പാൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ ഈ JPC ഈ അംഗീകരിച്ച 14 നിർദ്ദേശങ്ങൾ അവസാനമായിട്ട് ജനുവരി 29-ന് യോഗം ചേർന്ന് അന്തിമമായി അംഗീകരിക്കുകയും ഇതിൻ്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിലേക്ക് കൈമാറുകയും ചെയ്യും. അതിനുശേഷം ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കണം എന്നാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ താല്പര്യം. അതിൽ രാഷ്ട്രീയ താല്പര്യം കൂടിയുണ്ട്. എന്തായാലും ഈ JPCയുടെ പ്രവർത്തനം തന്നെ ഒട്ടും ജനാധിപത്യപരമായിരുന്നില്ല എന്ന വിമർശനം JPCയുടെ പ്രവർത്തന കാലയളവിൽ തന്നെ ഉയർന്നിരുന്നു. ഇടയ്ക്ക് JPC അംഗങ്ങളെ JPC അധ്യക്ഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ അതായത് പ്രതിപക്ഷത്തിന് സംസാരിക്കാനോ പ്രതിപക്ഷാംഗങ്ങൾക്ക് സംസാരിക്കാനോ അവരുടെ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി കമ്മിറ്റിയിൽ വാദിക്കാനോ ഒന്നും അവസരം നൽകാത്ത വിധത്തിലാണ് JPC പ്രവർത്തിച്ചത് എന്നുള്ള വിമർശനം ഈ JPCയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഈ പ്രതിപക്ഷാംഗങ്ങൾ ലോക്സഭാ സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു. ഇതൊന്നും പ്രത്യേകിച്ച് കാര്യമുള്ള കാര്യമല്ല, പക്ഷേ ഇങ്ങനെയാണ് JPC പ്രവർത്തിക്കുന്നത് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരാതി കൊടുക്കുകയൊക്കെ പ്രതിപക്ഷ അംഗങ്ങൾ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഭരണപക്ഷത്ത് നിന്ന് അവതരിപ്പിച്ച 14 ഭേദഗതികൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ജഗദംബിക പാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ 14 നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെട്ട 14 നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ മുമ്പിലേക്കില്ല. പക്ഷേ പ്രധാനപ്പെട്ട 3 വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭേദഗതി ബില്ലിൽ തന്നെ വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങൾ കൂടി ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വ്യക്തത വരുത്തുകയാണ്. വ്യക്തത വരുത്താനുള്ള ഭേദഗതിയാണ് ഇപ്പോൾ JPC അംഗീകരിച്ച്, അതായത് BJP അംഗങ്ങൾ നിർദ്ദേശിച്ച് JPC അംഗീകരിച്ച് പാർലമെൻറ്റിനെ അറിയിക്കാൻ പോകുന്നത്. ഈ വഖഫ് ബോർഡിലിപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 10 അംഗങ്ങളുണ്ട് എന്ന് വിചാരിക്കുക. അതിൽ 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് വഖഫ് ബോർഡ് ഉള്ളത് എന്ന് കരുതുക. ന്യൂനപക്ഷ വകുപ്പിൻ്റെ സെക്രട്ടറി ഒരുപക്ഷെ എക്സ് ഒഫീഷ്യോ അംഗമായി വഖഫ് ബോർഡിൽ ഉണ്ടാകാം. അപ്പോൾ ഈ എക്സ് ഒഫീഷ്യോ അംഗം ഒരുപക്ഷെ മുസ്ലിം ഇതരരാകാം, അതിനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഭേദഗതിയിലൂടെ BJP അംഗങ്ങൾ അല്ലെങ്കിൽ NDA അംഗങ്ങൾ നിർദ്ദേശിക്കുന്നത് അങ്ങനെ എക്സ് ഒഫീഷ്യോ അംഗം മുസ്ലിം ഇതരരായി എന്നത് മാത്രം പോരാ, അല്ലാതെയുള്ള അംഗങ്ങളിൽ തന്നെ കുറഞ്ഞത് 2 പേർ മുസ്ലിം ഇതരരായിരിക്കണം എന്നത് ഉറപ്പാക്കാൻ ഈ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്യണം എന്നാണ്. കുറഞ്ഞത് 2 പേർ എന്നേ പറഞ്ഞിട്ടുള്ളൂ, അത് കൂടാം, അതിൽ പ്രയാസമില്ല. പക്ഷേ കുറഞ്ഞത് 2 പേരെങ്കിലും എക്സ് ഒഫീഷ്യോ അംഗങ്ങളല്ലാത്ത മറ്റംഗങ്ങളിൽ കുറഞ്ഞത് 2 പേരെങ്കിലും മുസ്ലിം ഇതരരാകണം എന്നുറപ്പാക്കുന്ന വിധത്തിൽ ഈ ഭേദഗതി ബില്ലിൽ ഭേദഗതി വേണം എന്നാണ് ഇപ്പോൾ JPC അംഗീകരിച്ച ഒരു നിർദ്ദേശം. അതിൽ മറ്റൊന്ന് ഈ ഭേദഗതി ബില്ലിൽ തന്നെ നിർദ്ദേശിച്ചത്, ഇപ്പോൾ വഖഫ് സാധാരണഗതിക്ക് ഇപ്പോൾ വഖഫ് പ്രോപ്പർട്ടി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. നിലവിൽ
അതിലാദ്യം തീരുമാനമെടുക്കുക വഖഫ് ബോർഡാണ്. ഇത് വഖഫാണോ, ഇത് ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് ഇത് വഖഫാണോ അല്ലയോ എന്നതിൽ ആദ്യത്തെ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ നിലവിൽ വഖഫ് ബോർഡാണ്. അത് മാറ്റി ആ അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബില്ലിലെ നിർദ്ദേശം. അതിലൊരു ഭേദഗതി ഇപ്പോൾ ഈ JPC നിർദ്ദേശിക്കുന്നു. JPC നിർദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ JPCയിലെ BJP അല്ലെങ്കിൽ NDA അംഗങ്ങൾ നിർദ്ദേശിക്കുകയും JPC അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികാരം ജില്ലാ കളക്ടർക്ക് കൊടുത്താൽ പോരാ, സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു പ്രത്യേക ഉദ്യോഗസ്ഥന് ഈ അധികാരം കൊടുക്കണം. അതായത് വഖഫാണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കൊടുക്കണം എന്നുള്ളതാണ്. എന്താണ് ഈ നിർദ്ദേശത്തിൻ്റെ താല്പര്യം എന്നതുകൂടെ നമ്മൾ പരിഗണിക്കണം. കാരണം വെച്ചാൽ ഇപ്പോൾ ജില്ലാ കളക്ടറാണ് എന്ന് വിചാരിക്കുക. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ട് നിയോഗിക്കപ്പെടുന്ന ഒരാൾ, അയാൾ ഏത് മതവിഭാഗത്തിൽപ്പെടുന്ന ആളുമാകാം, അയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ സർക്കാരിൻ്റെ താല്പര്യം ഉണ്ടാവും, ഭരിക്കുന്ന ആ സർക്കാരിന് നിയന്ത്രണം നൽകുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം ഒരുപക്ഷെ അയാൾ കണക്കിലെടുത്തുകൊള്ളണമെന്നില്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലോ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വേണമെങ്കിൽ സർക്കാരിന് ആ പോസ്റ്റിലേക്ക്, അതായത് വഖഫാണോ അല്ലയോ എന്ന് നിർദ്ദേശിക്കാൻ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനാൽ ആ പോസ്റ്റിലേക്ക് നിശ്ചയിക്കാം. അതിപ്പോൾ ഉദാഹരണത്തിന് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ എന്നതിന് പകരം സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയ താല്പര്യം എന്താണോ വഖഫിൻ്റെ കാര്യത്തിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കണം എന്നതാവണം ഒരുപക്ഷെ ഈ ഭേദഗതിയിലൂടെ BJP അല്ലെങ്കിൽ NDA അംഗങ്ങൾ ഉദ്ദേശിച്ചത്. അത് JPC അംഗീകരിച്ചിട്ടുണ്ട്. അത് ഇനി പാർലമെൻറ്റിലേക്ക് വരും, പാർലമെൻറ്റിന് മുമ്പാകെ വരും. മൂന്നാമത്തേത്, ഈ ഭേദഗതി ബില്ല് വരുമ്പോൾ നിയമം ഭേദഗതിയാണല്ലോ, നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം നൽകരുത് എന്നുള്ളതാണ് അംഗീകരിക്കപ്പെട്ട മറ്റൊരു നിർദ്ദേശം. അത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ വളരെ പോസിറ്റീവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിലവിൽ വഖഫായി പരിഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോപ്പർട്ടികളുടെ കാര്യത്തിൽ ഇനി ഈ നിയമ ഭേദഗതി വന്നാലും ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ സ്വഭാവം ഈ നിയമ ഭേദഗതിക്ക് ശേഷവും മാറ്റാനോ പുനഃപരിശോധിക്കാനോ കഴിയില്ല എന്നത് ഈ മുൻകാല പ്രാബല്യം നൽകരുത് എന്ന് പറയുന്നതിലൂടെ ഒരു പോസിറ്റീവായ കാര്യമായിട്ട് നമുക്ക് കാണാം. പക്ഷെ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മുൻകാല പ്രാബല്യം നൽകരുത് എന്ന് പറയുന്നത് വഖഫായി രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടികളുടെ കാര്യത്തിൽ മാത്രമേ ഈ മുൻകാല പ്രാബല്യം നൽകരുത് എന്ന വ്യവസ്ഥയുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവകകൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന സംഗതികളുടെ കാര്യത്തിൽ, വസ്തുവകകളുടെ കാര്യത്തിൽ മറ്റൊരു പുനഃപരിശോധനയ്ക്ക് സാധ്യതയില്ല. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. നമ്മളിപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് മുനമ്പത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഈ ഭേദഗതി വന്നു കഴിഞ്ഞാൽ മുൻപത്തെ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നാണ് BJPയുടെയും BJPയോട് അനുഭാവമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകളുമൊക്കെ, ക്രിസംഖ്യകൾ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. മുൻകാല പ്രാബല്യം വേണ്ട എന്ന JPCയുടെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ആർഗ്യുമെൻറ്റ് റദ്ദായിപ്പോയേക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മുനമ്പത്തേത് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ആർഗ്യുമെൻ്റ് ഒരുപക്ഷെ റദ്ദായിപ്പോയേക്കും. അങ്ങനെ ഒരു ആനുകൂല്യം ഈ ഭേദഗതി JPC അംഗീകരിക്കുന്ന ഈ ഭേദഗതി പാർലമെൻറ്റ് സ്വീകരിക്കുകയാണെങ്കിൽ ഉണ്ടാകും. പക്ഷേ കേരളത്തിന് പുറത്തുള്ള വഖഫ് കേരളത്തിൽ തന്നെ ഉണ്ട്, രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് വഖഫ് പ്രോപ്പർട്ടി ഉണ്ട്. കേരളത്തിന് പുറത്തുള്ള ഈ JPCയിൽ അംഗം കൂടിയായ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, രാജ്യത്തെ ഇമ്രാൻ മസൂദ്, കോൺഗ്രസ് അംഗം ഇമ്രാൻ മസൂദാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, രാജ്യത്ത് വഖഫ് ചെയ്ത പ്രോപ്പർട്ടികളിൽ 90% വഖഫ് ബോർഡിലോ മറ്റോ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യവസ്ഥ വച്ചു കഴിഞ്ഞാൽ ഈ നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യം നൽകരുത്, രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടികൾക്ക് മാത്രം സംരക്ഷണം, ബാക്കി ഒന്നിനും അതില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിലവിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ തന്നെ വഖഫ് അല്ലാതായി മാറും. അതിനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് ഇമ്രാൻ മസൂദ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ പഴുത് അവിടെ ഇട്ടിട്ടാണ് ഈ മൂന്നാമത്തെ ഭേദഗതി പോസിറ്റീവാണെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുന്ന ഈ മൂന്നാമത്തെ ഭേദഗതി നിർദ്ദേശം JPC അംഗീകരിച്ചു. ഇതടക്കം 14 ഭേദഗതി നിർദ്ദേശങ്ങളാണ് JPC അംഗീകരിച്ചിരിക്കുന്നത്. ഇതടക്കം ഏതൊക്കെ ആയിരിക്കും
സ്വീകരിക്കപ്പെടുക, അതൊക്കെ സ്വീകരിച്ചിട്ട് ഏത് രൂപത്തിലായിരിക്കും ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട സംഗതികളാണ്. അതോടൊപ്പം ഈ ഭേദഗതി ബില്ല് എന്തുകൊണ്ട് JPCക്ക് വിട്ടു എന്നുള്ളതിന് മറ്റൊരു രാഷ്ട്രീയ ഉത്തരം കൂടിയുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനിപ്പോൾ BJPക്ക് ഇപ്പോൾ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ജനതാദൾ യുണൈറ്റഡിൻ്റെയും ആന്ധ്രയിൽ നിന്നുള്ള TDPയുടെയും പിന്തുണയോടുകൂടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും അവർക്ക് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പിണക്കുന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിയെ ദോഷകരമായി ബാധിക്കും എന്ന ഭയമുണ്ട്. അതുകൊണ്ടുകൂടി ഈ രണ്ട് പാർട്ടികളെ കൂടെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് JPCക്ക് വിടുന്നു എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഒരു ബില്ല് പാസ്സാക്കിയെടുത്തത്. അപ്പോൾ ഇത് JPCക്ക് വിട്ടു. JPCയുടെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി വരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ ബില്ല് വരുമ്പോൾ, പുതുക്കിയ ബില്ല് വരുമ്പോൾ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പുതുതായിട്ട് വീണ്ടും ഈ കേന്ദ്ര സർക്കാർ ഇത് പൈലറ്റ് ചെയ്യുമ്പോൾ JDUവും TDPയും ഒക്കെ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. അതിനെക്കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഈ ഭേദഗതി ബില്ലിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുക.